ബാങ്കോക്കിലെ സൈൻ ഹോട്ടലിൽ നിന്നും പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ നേരെ നോങ് നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ കാണാനാണ് വരുന്നത്. കെട്ടിപ്പിടിപ്പിച്ച അനേകതരം സസ്യങ്ങൾ നമ്മൾ കാണാം. ഏകദേശം 600 ഏക്കറിലാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ 10,000-ൽ പരം ചെടികളുടെ വൈവിധ്യം ഇവിടെ ദർശിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ 200-ൽ പരം ദിനോസറുകളുടെ പ്രതിമകൾ, ഏകദേശം 900-ഓളം മൃഗങ്ങളുടെ പ്രതിമകളും ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, വളരെ ഭംഗിയോടുകൂടി പരിപാലിച്ചിരിക്കുന്ന സസ്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന റോഡിന് അടുത്ത വശത്തേക്ക് കാണുന്നത് പലതരം ഫലവർഗ്ഗങ്ങളുടെ വലിയ കോൺക്രീറ്റ് പ്രതിമകളാണ്. വളരെ തന്മയത്തോടു കൂടി അവർ നിർമ്മിച്ച് റോഡിന് ഒരു ഭാഗത്ത് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം നോങ് നൂച്ച് ഗാർഡനിലേക്ക് പ്രവേശന കവാടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. തായ്ലൻഡിലെ നോങ് നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ, ഇവിടെ പ്രവേശന ഫീസ് തായ്ലൻഡ് ജനതയ്ക്ക് 250 തായ് ബാത്തും ഫോറിനേഴ്സിന് 400 തായ് ബാത്തുമാണ്. അതുപോലെ 140 സെൻറ്റിമീറ്റർ താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ സൗജന്യമായി സന്ദർശിക്കാം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 60 വയസ്സിന് മേലെയുള്ള സീനിയർ സിറ്റിസൺ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ ദിനോസറുകളുടെ പലതരം രൂപങ്ങൾ. അവ ഇലക്ട്രോണിക് സംവിധാനത്തോടു കൂടി അവ വായ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ദിനോസറിൻ്റെ കൂട്ടങ്ങളെയാണ് നമ്മൾ കാണുന്നത്. നോങ് നൂച്ച് ഗാർഡൻ്റെ ഏറ്റവും മുൻഭാഗത്തുള്ള ഒരു ചെറിയ ഷോപ്പുകളാണ് ഇവയെല്ലാം. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളുടെ മനസ്സിനെ ആകർഷിക്കുന്ന നിരവധി തരം ഫാൻസി ഐറ്റംസ് ഉണ്ട്. കൂടുതലും ദിനോസറുകളുടെ ചെറിയ ചെറിയ രൂപങ്ങളാണ്. സത്യത്തിൽ ഇത് നോങ് നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ, അവിടെ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും, മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആന തുടങ്ങിയവയാണ് ഇവിടെ മൃഗങ്ങളായിട്ടുള്ളത്. ബാക്കിയുള്ള മൃഗങ്ങളുടെ സ്റ്റാച്യൂസാണ് കേട്ടോ. നമ്മൾ കരുതുന്ന പോലെ സിംഹം, പുലി, മാൻ അവയൊന്നുമില്ല. എലഫൻറ്റിനെ കാണാം. അത് എലഫൻറ്റ് ഷോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചില പ്രത്യേക സമയങ്ങളിൽ ഷോ വെച്ചിട്ടുണ്ട്. എലഫൻറ്റ് ഷോ. അതുപോലെ തന്നെ തായ്ലൻഡിൻ്റെ തനത് സാംസ്കാരികമായ ചില നൃത്യങ്ങളും നമുക്കിവിടെ കാണാം. അതിനുവേണ്ടി ഏകദേശം 4 ഇൻഡോർ സ്റ്റേഡിയങ്ങൾ തന്നെ ഇതിനുള്ളിലുണ്ട്. ഇപ്പോൾ നമ്മൾ നോങ് നൂച്ച് കവാടത്തിലെത്തി കഴിഞ്ഞു. കവാടത്തിന് ഇരുവശത്തുമായിട്ട് വലിയ ട്രക്കുകളുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. ഇതാണ് നോങ് നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 600 ഏക്കർ സ്ഥലത്താണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴും ചില ഭാഗങ്ങളിൽ ഗാർഡൻ പുതിയതായിട്ട് പലതരം കരകൗശല വസ്തുക്കൾ സ്ഥാപിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ സസ്യങ്ങളുടെ വൈവിധ്യങ്ങൾ നട്ടു വളർത്തി വരുന്നുണ്ട്. അനേകം ദിനോസറുകൾ, അതുപോലെ പ്രാചീനമായ പല മൃഗങ്ങളുടെ ശില്പങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ക്ലേ പോട്ട് കൊണ്ട്, അതായത് കളിമൺ പാത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അനേകം സ്തൂപങ്ങളും അതുപോലെ തന്നെ പ്രതിമകളും നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ രൂപം കുത്തിവെച്ച കളിമൺ പ്രതിമകളാണ് ഇവയെല്ലാം. അതോടൊപ്പം തന്നെ ദിനോസറുകളുടെ ചെറിയ ചെറിയ രൂപങ്ങൾ നമുക്കിവിടെ കാണാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സന്ദർശനം തന്നെയായിരുന്നു ഈ ഭാഗം. എത്രമാത്രം തന്മയത്തോടു കൂടിയാണ്, എത്രമാത്രം കലാചാരതയോടെയാണ് ഈ ഓരോ സൃഷ്ടികളും തന്നെ. നമുക്ക് അതിശയം തോന്നും. മാത്രമല്ല, ഇവിടെയുള്ള സസ്യജാലങ്ങളുടെ വൈവിധ്യം, 10,000-ൽ പരം സസ്യജാലങ്ങളുടെ നിരവധി സ്പീഷീസാണ് ഇവിടെ കാണാൻ നമുക്ക് കഴിയുക. വലിയ ഗാർഡനായതുകൊണ്ട് ചുറ്റും നടന്ന് കാണാൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം വേണ്ടി വരും. പക്ഷേ ഞങ്ങളുടെ ടൂർ ഏകദേശം 1 മണിക്കൂർ കൊണ്ട്
ചുറ്റി കറങ്ങി കാണണം എന്നാണ് ടൂർ ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ ഓടിച്ച് നടക്കുകയാണ് ഞങ്ങൾ. ഇവിടെ ഫോട്ടോ അതുപോലെ വീഡിയോ എടുക്കാനായിട്ട് നിരവധി ഇൻട്രസ്റ്റിംഗ് പ്ലേസുകളുണ്ട്. നോക്കിയാൽ എത്രമാത്രം ഭംഗിയോട് കൂടിയിട്ടാണ് ഈ കളിമൺ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ വളരെ പച്ചപ്പ് കലർന്ന ചെടികൾ, നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന അനേകം ചെടികൾ ഇവിടെ കാണാൻ കഴിയും. സത്യം പറഞ്ഞ ഇത് തായ്ലൻഡിൽ വന്നിട്ട് സന്ദർശിച്ചില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, തായ്ലൻഡിൽ പുലർച്ചെയാണ് ഞങ്ങൾ എയർ ഏഷ്യയുടെ വിമാനത്തിൽ വന്നിറങ്ങിയത്. ഏകദേശം 4:30 മണിയായി കാണും തായ്ലൻഡ് സമയം. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഹോട്ടൽ സെയിൻ എന്ന ഹോട്ടലിലേക്കാണ്. അവിടെ പ്രഭാത ഭക്ഷണം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ നേരെ ആദ്യമായിട്ട് തായ്ലൻഡിലെ ട്രിപ്പിലെ ആദ്യത്തെ സ്ഥലമായ നോങ് നൂച്ച് ഗാർഡനിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ട് മതിയാവുന്നില്ല. അത്രമാത്രം ഭംഗിയോടും തന്മയത്തോടു കൂടിയാണ് ഈ ഓരോ ഗാർഡനെയും അവർ പരിപാലിച്ചു വരുന്നത്. അത്ഭുതം കൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിസ്മയം തന്നെയാണ് ഈ ഗാർഡനെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഒന്ന് നോക്കിയാൽ എത്രമാത്രം ഭംഗിയോട് കൂടിയുള്ള ഓരോ കളിമൺ ശില്പങ്ങളാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു ഏക്കർ കണക്കിന് സ്ഥലത്തുണ്ട്. ഞാൻ പോയിട്ടുള്ളത് അതിൻ്റെ 1/4 ഭാഗത്ത് മാത്രമാണ്. അതാണ് വാസ്തവം. ചെടികളെല്ലാം വളരെ ഭംഗിയോടുകൂടി വെട്ടി നിരത്തി ഭംഗിയോടുകൂടി പരിപാലിക്കുന്നു. നോങ് നൂച്ച് ഗാർഡൻ, അവിടെ 4 ഇൻഡോർ സ്റ്റേഡിയങ്ങളിലായിട്ടാണ് പലതരം കൾച്ചറൽ പ്രോഗ്രാം അരങ്ങേറുന്നത്. അതിന് പ്രത്യേക സമയങ്ങളുണ്ട്. ആ സമയങ്ങൾക്ക് മുമ്പായിട്ടാണ് ഞങ്ങൾ ഈ ഓട്ടപ്പാച്ചിൽ നടത്തുന്നത്. കണ്ടിട്ടും മതി വരാത്ത നയന മനോഹരമായ ദൃശ്യങ്ങൾ. തായ്ലൻഡ് നമ്മുടെ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥ തന്നെയാണ്. കേരളത്തിലുള്ള എല്ലാം ഇവിടെ ലഭിക്കുന്നതുമാണ്. കേരളത്തിലെ കാലാവസ്ഥ, കേരളത്തിലെ ഭൂപ്രകൃതി, ഇതെല്ലാം തായ്ലൻഡുമായിട്ട് വളരെ സമരസപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ്. എന്തുകൊണ്ട് ഇത്തരം കൾച്ചറൽ മ്യൂസിയങ്ങൾ അതുപോലെ ബോട്ടാണിക്കൽ ഗാർഡൻ നമുക്ക് കേരളത്തിൽ സൃഷ്ടിച്ചുകൂടാ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴയും കൊച്ചിയും അതുപോലെ കോഴിക്കോട് ഇവയെല്ലാം തന്നെ വളരെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇവിടെ ഇതുപോലുള്ള ഗാർഡനോ അല്ലെങ്കിൽ കൾച്ചറൽ ഷോസൊക്കെ നടത്തുകയാണെങ്കിൽ ധാരാളം ടൂറിസ്റ്റുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരും. അതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ഭരണാധികാരികൾ അതിലൊന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ കേരളം ടൂറിസ്റ്റുകളുടെ ഒരു ഹബ്ബായി തീരുമെന്നതിന് യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയും ഭൂപ്രകൃതിയും തന്നെയാണ് ഈ തായ്ലൻഡിലും. എന്നിട്ട് അവർ അത്രമാത്രം ടൂറിസം അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് അത്ഭുതം തന്നെ തോന്നും. ഇതുപോലൊരു കാഴ്ച കാണണമെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ മറുനാട്ടിലേക്കും വിദേശങ്ങളിലേക്കും ഈ വക കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ ബസ്, ട്രെയിനും അതുപോലെ വിമാനം പിടിച്ചൊക്കെ പോകും. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു പാർക്ക് നിർമ്മിച്ചുകൂടാ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബോട്ടാണിക്കൽ ഗാർഡൻ നടന്നു കണ്ടതിന് ശേഷം ഇപ്പോൾ എത്തിയിട്ടുള്ളത് എലിഫൻറ്റ് ഷോ ആണ്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ദൈർഘ്യമുള്ളൊരു ഷോ ആണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മുടെ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളൂ. നിരവധി ആനകൾ, അതെല്ലാം വളരെ കൗതുകം ഉണർത്തുന്ന തരത്തിലാണ് ജനങ്ങളോട് പെരുമാറുന്നത്. നോക്കുക, അവർ പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഭക്ഷിക്കാനുള്ള എന്തെങ്കിലും
സാധനം കിട്ടുമ്പോൾ നോക്കിക്കൊണ്ടാണ് കുറേ ഈ ജനങ്ങൾക്ക് നേരെ വന്ന് അത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വന്നത്. കുറേ പേര് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ധാരാളം പേർ അവിടെ പഴങ്ങളെല്ലാം വിൽപ്പനയ്ക്കുണ്ട്. അവ വാങ്ങി ആനകൾക്ക് സന്തോഷപൂർവ്വം നൽകുന്ന കാഴ്ച ഞാൻ കണ്ടു. ആനകളെല്ലാം വളരെയധികം അനുസരണയോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എലിഫൻറ്റ് ഫുട്ബോളുണ്ട്, അതുപോലെ തന്നെ എലിഫൻറ്റ് ബാസ്കറ്റ് ബോള്, അങ്ങനെ പലതരം കാഴ്ചകളുണ്ടായിരുന്നു. ഞാനപ്പോൾ വീഡിയോ ലെങ്തി ആകുമല്ലോ എന്ന് കരുതിയാണ് അവയെല്ലാം ചുരുക്കിയിട്ടുള്ളത്. തായ്ലൻഡിലെ പ്രകൃതിരമണീയമായ പല സ്ഥലങ്ങളും ഞാൻ സന്ദർശിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് എല്ലാം ഇനി അടുത്ത ദിനങ്ങളിലായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് കാണാൻ മറക്കരുത്. താഴെ നിലത്ത് പായൽ ഒരു ആളെ കിടത്തിയിട്ടുണ്ട്. അതിനെ മസാജ് ചെയ്യുകയാണ്. തായ്ലൻഡ് മസാജ് പാർലറിൻ്റെ ഒരു പർദീസ് എന്ന് തന്നെ പറയാം. അത്രമാത്രം മസാജ് പാർലറിലാണ് തായ്ലൻഡിലുള്ളത്, പ്രത്യേകിച്ച് പട്ടായ. വിനോദ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ പട്ടായയിൽ എത്തുന്നത് ബോഡി മസാജിങ്ങിന് വേണ്ടിയിട്ടാണ്. ആന ജനങ്ങളെ നോക്കിയിട്ട് അവരുടെ സന്തോഷം അറിയിക്കുകയാണ്. എന്തെങ്കിലും തിന്നാൻ കിട്ടിയെങ്കിൽ നന്നായിരിക്കും എന്നവൻ തല കുലുക്കിക്കൊണ്ട് തിന്നുകയാണ്. ചെറിയ കുട്ടി കുമ്പന്മാരായ ആനകൾ. വേറൊരു ആന വീണ്ടും ഒരാളെ മസാജ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. വളരെ പതുക്കെയാണ് ആന അതിൻ്റെ തുമ്പിക കൊണ്ട് ആ ആളുടെ ശരീരത്തിൽ മസാജ് ചെയ്യുന്നത്. അവർക്ക് അതല്ലേ പറ്റുള്ളൂ. അതിനുശേഷം അവർ ആ ആളെ കവച്ച് കടന്നു പോകുന്ന ഒരു ദൃശ്യമുണ്ട്. വളരെ തന്മയത്തോടുകൂടിയാണ് ആനകൾ ഈ ഓരോ അഭ്യാസ പ്രകടനം നടത്തുന്നത് തന്നെ. ജനങ്ങൾ അതിനനുസരിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ആ ഒരു ഷോ കഴിഞ്ഞു. ഇനി അടുത്ത എന്താണെന്നൊരു ആകാംക്ഷയാണ്. നല്ല വിധം ട്രെയിനിങ് ശ്രദ്ധിച്ച ആനകളാണ്. അപ്പോൾ ഒരു കൂട്ടം ആനകൾ വരിയായിട്ട് വരുന്നുണ്ട്. ഒന്ന് നോക്കിയാൽ അവ ഒന്നിന് പുറകെ മറ്റൊന്നിൻ്റെ വാലിൽ പിടിച്ചുകൊണ്ടാണ് വരുന്നതും അവ വൃത്താകത്തിന് ചുറ്റും. നമ്മുടെ നാട്ടിൽ ഇത്തരം കൾച്ചറൽ പ്രോഗ്രാമുകൾ എന്തുകൊണ്ട് നടത്തിക്കൂടാ? ഏറ്റവും കൂടുതൽ ആനകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഭാഗ്യം ആനയെ എഴുന്നള്ളിപ്പിനെങ്കിലും കാണിക്കുന്നുണ്ട്. ആനകൾ തലയാട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് നേരെ അവിടെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആന ആ ട്രെയിനറുടെ കയ്യിലുള്ള ആ റിബൺ വൃത്താകത്തിൽ ചുറ്റുകൊണ്ട് ഒരു ഭംഗിയായ ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കുകയാണ്. ട്രെയിനറുടെ ഒപ്പം ആനകൾ ആ സ്റ്റേഡിയത്തിന് ചുറ്റും ജനങ്ങളെ നോക്കിക്കൊണ്ട് ഇത്തരം അഭ്യാസ പ്രകടനം നടത്തി കഴിഞ്ഞു. ഇനി അടുത്തത് എനിക്ക് തോന്നുന്നത് ആ റിങ് ആനയുടെ തുമ്പികയിലിട്ടുകൊണ്ട് ചുറ്റുന്ന ഒരു കാഴ്ചയാണ്. വളരെ ഭംഗിയായ ഒരു പ്രകടനം. എത്രമാത്രം വിദേശികളാണ് ഈ സ്ഥലത്ത് കൂടിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പറയുമ്പോൾ തായ്ലൻഡിൽ ഇത് ടൂറിസ്റ്റ് സീസൺ കൂടിയല്ല. എന്നിട്ടും മാത്രം എത്രമാത്രം ജനങ്ങളാണ് വിദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് സന്ദർശിക്കുന്നത്. കൂടുതലും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ധാരാളം പേർ വന്നിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, കേരള, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ. കൂടുതലും ഞാൻ ഇവിടെ കണ്ടത് തമിഴ്നാട്, ആന്ധ്ര, കർണാടക, കേരള
ടൂറിസ്റ്റുകളെയാണ്. അതായത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പണി ശരണം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരായി തീർന്നൊരു തലമുറയായിരുന്നു നമുക്ക് മുൻപുണ്ടായിരുന്നു. ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അധ്വാനിക്കുന്നതിനൊപ്പം തന്നെ കാഴ്ചകളിലും യാത്രകളിലും വളരെയേറെ ആളുകൾ ആകർഷിതരായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ ടൂറിസ്റ്റുകൾ എന്ന് പറയും. നോക്കിയാൽ എത്ര വലിയ ആനയുടെ ഒരു സ്തൂപമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിന് താഴെ നിൽക്കുന്ന ആളുകളുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ അവിടെ ആനയുടെ ഉയരൊന്ന് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. പുറത്താണ് നല്ല വലിയ ഒരു കൊമ്പനാന. ഇതിന് അടുത്ത ദിവസത്തായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ഉച്ചഭക്ഷണത്തിന് ശേഷം മറ്റു ചില കൾച്ചറൽ പ്രോഗ്രാമുകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ഈ ഗാർഡനിൽ നിന്ന് വിട ചൊല്ലുകയാണ്. എൻ്റെ ഭാര്യ ലിസി അത്യാഹ്ലാദത്തോടുകൂടി ഡാൻസ് കളിക്കുന്ന ഒരു ഭാഗമാണ് കണ്ടത്. ഇവിടെ വന്നാൽ ആരും മനസ്സിൽ അറിയാതെ നൃത്തം തന്നെ ചെയ്തത്. അത് പ്രകടിപ്പിക്കാതെ കാര്യമില്ല. നല്ലൊരു മ്യൂസിക് ഫൗണ്ടൻ. ഏകദേശം 40 പരം സ്പീഷീസുകളായുള്ള സസ്യങ്ങളുടെ ബോട്ടണിക്കൽ ഗാർഡൻ ഇതിനകത്തുണ്ട്. പ്രത്യേകം ചെടികളുടെ വൈവിധ്യങ്ങളോട് കൂടിയ 40 ബോട്ടാണിക്കൽ ഗാർഡൻ. അവ കണ്ടു തീരണമെങ്കിൽ ഒരു ദിവസം മതിയാവില്ല. ആ കാഴ്ചകളാണ് ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കുന്നത്. അപ്പോൾ അത്രമാത്രം കാണാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്തു തന്നെയായാലും വളരെ കുറച്ച് സമയം ഇവിടെ നമ്മൾ ചെലവിട്ടു. ആ സമയങ്ങളിലെല്ലാം മനസ്സിന് കുളിർമയും ശാന്തിയും ആഹ്ലാദവും നൽകുന്ന നിമിഷങ്ങളായിരുന്നു. ഇത് നോമസ് ഗാർഡനുള്ളിലുള്ള ബുദ്ധസ്തൂപങ്ങളാണ്. നിരവധി ബുദ്ധസ്തൂപങ്ങൾ നമുക്ക് കാണാം. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വളരെ മനോഹരമായ കാഴ്ചകൾ ലഭിക്കും. ഈ സ്തൂപത്തിൻ്റെ അടുത്ത ദിവസമായിട്ടാണ് നമ്മൾ ഓട്ടോ എക്സ്പോ, അതായത് വിവിധ തരം വാഹനങ്ങളുടെ നിരവധി നിർമ്മാണങ്ങൾ, ഇവയെല്ലാം നാം ഫോട്ടോയിൽ പോലും കണ്ടിട്ടുണ്ടെന്ന് പോലും സംശയമാണ്. ഞാനിതൊന്നും കണ്ടിട്ടില്ല. കാരണം അത്രമാത്രം വെറൈറ്റി ആയിട്ടുള്ള വില കൂടിയ വാഹനങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതിൽ പലതും നമ്മുടെ ഇന്ത്യക്ക് അപരിചിതവുമാണ്. ചില പോർഷെ, ലംബോർഗിനി എന്നീ തുടങ്ങിയ മെർസഡിസ് ബെൻസ്, ഓഡി, ടൊയോട്ട അങ്ങനെ കുറച്ച് വാഹനങ്ങൾ വെച്ച് ബാക്കിയുള്ള എല്ലാം പുതുമ തരുന്ന വാഹനങ്ങൾ തന്നെയാണ്. ഈ വാഹനങ്ങളെല്ലാം ഇരിക്കാൻ, സവാരി ചെയ്യാൻ കഴിയുമോ എന്നുള്ളതും സംശയമാണ്. എന്തുമാത്രം വൈവിധ്യത്തോടുള്ള വാഹനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. നല്ലൊരു ഓട്ടോ എക്സ്പോ തന്നെയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. പലരും വാഹനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് മത്സരം വന്നുണ്ട്. അത്രമാത്രം വൈവിധ്യമുള്ള വാഹന ശ്രേണി തന്നെയാണ് ഈ ഓട്ടോ എക്സ്പോയിലുള്ളത്. ഈ ഓട്ടോ എക്സ്പോ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോകുന്നത് പട്ടായയിലേക്കാണ്. ഏകദേശം 2.5 മണിക്കൂർ യാത്രയുണ്ട് പട്ടായയിലേക്ക്. അതിനു മുമ്പ് ഞങ്ങൾ ഓടിച്ചൊന്ന് ഈ ഓട്ടോ എക്സ്പോ കണ്ടതിന് ശേഷം മടങ്ങുകയാണ്. പുതിയ വിചിത്രമായ പല കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you for seeing this video. Goodbye.